നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് മണ്ഡലത്തിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വടകര MP-യും കോൺഗ്രസ് നേതാവുമായ ഷാഫി പറമ്പിൽ. പാലക്കാട് നിന്ന് ഒരു MLA നിയമസഭയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്നും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്ന് പറഞ്ഞ ഷാഫി അന്തിമ കണക്കുകൾ കിട്ടാൻ കാത്തിരുന്നതിനാലാണ് പ്രതികരണം വൈകിയതെന്നും വ്യക്തമാക്കി. മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 12,000 മുതൽ 15,000 വോട്ടുകളുടെ വരെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഷാഫി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഷാഫി പറയുന്നത്. നഗരപ്രദേശങ്ങളിലാണ് വോട്ടുകൾ കുറഞ്ഞതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ വോട്ടുകൾ കുറഞ്ഞിട്ടില്ലെന്നും എന്നാൽ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞുവെന്നും ഷാഫി എടുത്തു പറയുന്നുണ്ട്. പിരിയാരിയിൽ ഇക്കുറി വോട്ട് കൂടിയെന്നാണ് ഷാഫി പറമ്പിൽ അവകാശപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് കണക്കുകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു ഷാഫിയുടെ ഈ പ്രസ്താവന. കൽപ്പാത്തിയിലെ ഒരു ബൂത്തിൽ 72 BJP പ്രവർത്തകരാണ് വോട്ട് ചെയ്യാതിരുന്നത്. മറ്റു തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് ആശ്വസിക്കാനുള്ള ഒരു കണക്കും ഇതിലില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. മണ്ഡലത്തിൽ MLA ആയിരുന്ന ഷാഫി വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ E ശ്രീധരനെ അവസാന നിമിഷത്തെ കുതിപ്പിലൂടെയാണ് ഷാഫി പറമ്പിൽ മറികടന്നത്. ഇക്കുറി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അനായാസ ജയം നേടുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നതെങ്കിലും പോളിംഗ് കുറഞ്ഞതിൽ UDF കേന്ദ്രങ്ങൾ കടുത്ത ആശങ്കയിലാണ്. പാലക്കാട്ടെ വിമത നീക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിക്കുമോ എന്നാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. ഡോക്ടർ P സരീൻ നേതൃത്വവുമായി കലഹിച്ച് ഇടതിനൊപ്പം ചേർന്നതും പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും UDF വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. കൂടാതെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന സന്ദീപ് വാര്യരുടെ വരവ് ഏത് രീതിയിൽ ബാധിക്കുമെന്ന ചിന്തയും പാർട്ടിയെ അലട്ടുന്നുണ്ട്. എന്നാൽ ചിട്ടയായ പ്രവർത്തനവും ഭരണവിരുദ്ധ വികാരവും ജയത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. രാഹുൽ വിജയിച്ചാൽ അത് ഇടതുമുന്നണിയുടെ പ്രചരണങ്ങൾക്ക് ഏൽക്കുന്ന വലിയ തിരിച്ചടിയായി ഉയർത്തിക്കാട്ടാമെന്നാണ് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് VK ശ്രീകണ്ഠൻ MP-യും പറഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ 1% പോളിംഗ് മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും മാധ്യമങ്ങൾ പുറത്തുവിട്ടതിലുമുള്ള പോളിംഗ് കണക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. ഇതുതന്നെയാണ് അവസാനഘട്ട കണക്കുകളിലും പ്രകടമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കൃത്യമായി ഉയർത്തിക്കാട്ടുവാൻ UDF-ന് കഴിഞ്ഞു. ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയ്ക്ക് വെക്കുവാൻ UDF-ന് സാധിച്ചു. പരിപൂർണമായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു. ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF-ന് മേൽക്കൈ ഉണ്ടാകും. 12,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നാണ് VK ശ്രീകണ്ഠനും പറഞ്ഞിരിക്കുന്നത്.